ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. യെശയ്യാ പ്രവാചക പുസ്തക പഠനത്തിൻ്റെ 21-ാമത്തെ അവതരണത്തിനാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. യെശയ്യാ പ്രവാചക പുസ്തകം 21-ാമത്തെ അവതരണം. യെശയ്യാ പ്രവാചക പുസ്തകത്തിൻ്റെ 10-ാം അധ്യായമാണ് നാം ചിന്തിക്കുവാനായിട്ട് ആരംഭിച്ചത്. ആദ്യത്തെ 4 വാക്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ചില ചോദ്യങ്ങൾ ദൈവം ചോദിക്കും, അവസാനം നിങ്ങൾ എന്ത് ചെയ്യും എന്ന ചില ചോദ്യങ്ങൾ അവതരിപ്പിച്ചതായിട്ട് നമ്മൾ കണ്ടു. 5 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അസീറിയെക്കുറിച്ചാണ്. അസീറി എന്ന മഹാരാജ്യത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ദൈവം അസീറി എന്ന രാജ്യത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് തൻ്റെ ജനമായ ഇസ്രായേലിനെ ചില പാഠങ്ങൾ പഠിപ്പിച്ചത്. അവരെ അവസാനം പ്രവാസത്തിലേക്ക് അസീറിയക്കാർ രാജ്യമാണ് പിടിച്ചുകൊണ്ടു പോകുന്നത്. പക്ഷെ ഇവിടെ 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, എൻ്റെ കോപത്തിൻ്റെ കോലായ അശ്ശൂരിന് അയ്യോ കഷ്ടം, അവരുടെ കയ്യിലെ വടി എൻ്റെ ക്രോധമാകുന്നു. ഇപ്പം ദൈവത്തിൻ്റെ കയ്യിലെ ക്രോധം, വടി ആണ് അസൂർ രാജാവ്, അസൂർ രാജ്യം. ഇപ്പം ദൈവം തൻ്റെ ജനത്തിനെതിരെ ന്യായവിധി നടത്താൻ, ശിക്ഷണം നടത്താൻ, പാഠം പഠിപ്പിക്കാൻ മറ്റൊരു രാജ്യത്തെ ഉപയോഗിക്കുകയാണ്. ദൈവം ഇന്നും പലപ്പോൾ അങ്ങനെ ചെയ്തെന്ന് വരാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിട്ടുകളഞ്ഞ ദൈവത്തിൻ്റെ നിലകളും നീതിയും വഴികളും നമ്മെ ഓർമ്മിപ്പിക്കാൻ മറ്റ് ചിലരെ ദൈവം ഉപയോഗിച്ചെന്ന് വരാം. അവർ പക്ഷെ അറിയുന്നില്ല. അവർ നമ്മുടെ അടുക്കൽ സംസാരിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയും ചെയ്യുന്നതിലൂടെ ദൈവം നമ്മോട് ചിലത് പറയാൻ ആഗ്രഹിക്കുകയായിരിക്കാം. ഇവിടെ അസീറിയ രാജ്യത്തെയാണ് ഉപയോഗിച്ചത്. പക്ഷെ അവർ അവസാനം നശിപ്പിക്കപ്പെടും. ഇവിടെ എന്ത് സംഭവിച്ചു? അസീറിയ രാജ്യത്തെ ദൈവം ഉപയോഗിച്ചു. അനവധി രാജ്യങ്ങളെ കീഴടക്കി. 6 നഗരങ്ങളെ കീഴടക്കിയതായിട്ട് നമ്മൾ അതിൻ്റെ വാക്യത്തിൽ കാണാം. കൽമനോ, കർക്കമേഷ്, ദമാസ്കസ് തുടങ്ങിയ പല രാജ്യങ്ങളെ, അവർ പോകുന്ന വഴിയിലെല്ലാം പല രാജ്യങ്ങളെ കീഴടക്കി. അവസാനം യെരുശലേമിനെയും അവർ കീഴടക്കി. ഇത് കാരണം ദൈവം അനുവദിച്ചതാണ്. പക്ഷേ ഇതവർ മറന്നുപോയി. ആരാണ് നമുക്ക് ഈ അവസരം തന്നത്, ആരാണ് നമുക്ക് ഈ വിജയം തന്നത് എന്നവർ ചിന്തിച്ചില്ല. അവരുടെ കഴിവും സൈനിക ബലത്തിലും അവരുടേതായ ബലത്തിലും യുദ്ധ അഭ്യാസത്തിലുമൊക്കെ അവർ ആശ്രയിച്ചു. അവർ അഹങ്കരിച്ച് നിഗളിച്ച് ഉന്നത ഭാവവും ഗർവവും ഉണ്ടായി. ദൈവമാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്, സകല രാജ്യങ്ങളുടെ മേലും ആധിപത്യമുള്ള ദൈവത്തിനാണ് എന്നവർ അറിഞ്ഞില്ല. അസീറിയ ഒരു ഉപകരണം മാത്രമാണ്, ദൈവത്തിൻ്റെ കയ്യിലെ വടി മാത്രമായിരുന്നു അവർ. 6 രാജ്യങ്ങളെ കീഴടക്കി, നഗരങ്ങളെ കീഴടക്കി, ശരിയാണ്. പക്ഷെ അതുകൊണ്ട് അവർ അഹങ്കരിക്കുകയും ഉന്നത ഭാവം ഉണ്ടാവുകയും ചെയ്തു. അവരുടെ കഴിവല്ല അവരുടെ വിജയത്തിൻ്റെ കാരണം. അതൊരു വലിയ പാഠമാണ്. നമ്മുടെ കഴിവോ ശ്രേഷ്ഠതകളോ പാണ്ഡിത്യമോ പുണ്യമോ ഭക്തിയോ ഒന്നുമല്ല നമ്മുടെ വിജയത്തിനുള്ള കാരണം. നമ്മുടെ വിജയത്തിനുള്ള കാരണം ദൈവവും ദൈവകൃപയുമാണ്. 12 മുതൽ 19 വാക്യങ്ങളിൽ ഇവരുടെ ഈ അഹങ്കാരവും ഉന്നതഭാവവും നിഗളത്തോടുമുള്ള ദൈവത്തിൻ്റെ പ്രതികരണം, അത് യെശയ്യാവിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 12 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് കർത്താവ് സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും തൻ്റെ പ്രവൃത്തിയൊക്കെ തീർത്ത ശേഷം ഞാൻ അശ്ശൂർ രാജാവിൻ്റെ അഹങ്കാരത്തിൻ്റെ ഫലത്തെയും അവൻ്റെ ഉന്നതഭാവത്തിൻ്റെ മഹിമയെയും സന്ദർശിക്കും. ഇവിടെ അഹങ്കാരവും ഉന്നതഭാവവും ദൈവം വ്യക്തമായി എടുത്തു പറയുകയാണ്. അസീറിയ രാജാക്കന്മാർക്ക് പൊതുവെ ഉണ്ടായിരുന്ന സ്വഭാവമാണ് ഉന്നതഭാവവും അഹങ്കാരവും. അവിടെ 4 ഉദാഹരണങ്ങളെ അവിടെ 4 ഉപയോഗിക്കും. ഇവിടെ പറയുന്നത് മഴുവിനെക്കുറിച്ച് പറയും, കോടാലിയെക്കുറിച്ച് പറയും, ഈർച്ചവാളിനെക്കുറിച്ച് പറയും, കോലിനെക്കുറിച്ച് പറയും, വടിയെക്കുറിച്ച് പറയും. ഈ 4 ഉപകരണങ്ങളെക്കുറിച്ച് പറഞ്ഞ ശേഷം ചോദിക്കുന്ന ചോദ്യം, ഈ 4 ഉപകരണങ്ങൾ തനിയെ ഒരിടത്ത് ഇരുന്നാൽ എന്താ പ്രയോജനം? അത് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ കരത്തിൽ അത് പിടിക്കണം. ഒരു വ്യക്തി ആ കോടാലി ഉപയോഗിക്കണം, ഈർച്ചവാൾ ഉപയോഗിക്കണം, വടി ഉപയോഗിക്കണം, കോൽ ഉപയോഗിക്കണം. ആ കരമാണ് പ്രാധാന്യം, കരമാണ് ബലം കൊടുക്കുന്നത്. ഇവിടെ ഇത് ദൈവമാണ് ഇവരെ ഉപയോഗിച്ചത്. ദൈവമാണ് നിങ്ങളുടെ പിന്നിലുള്ള ശക്തി. അത് നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനം അസീറിയയുടെ നാശം 612 BC സംഭവിക്കും. നിനവയുടെ പതനത്തോടുകൂടി, അസീറിയയുടെ തലസ്ഥാനമായ നിനവയുടെ പതനത്തോടുകൂടി അസീർ രാജ്യം അവസാനിക്കുകയാണ്. ഒരു വലിയ പാഠമാണ് നമ്മൾ പഠിച്ചത്. പലതവണ നമ്മൾ ആവർത്തിച്ചു. വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം, നിഗളവും ഉന്നതഭാവവും നമ്മൾ തീർച്ചയായും വീഴ്ചയിലേക്ക് നയിക്കും. 20 മുതൽ 23 വേദഭാഗത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ 20 മുതൽ വായിക്കാം. അന്നാളിൽ ഇസ്രായേലിൽ ശേഷിച്ചവരും യാക്കോബ് ഗൃഹത്തിലെ രക്ഷിതഗണവും തങ്ങളെ അടിച്ചവനെ ഇനി ആശ്രയിക്കാതെ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ യഹോവയെ പരമാർത്ഥമായി ആശ്രയിക്കും. ഒരു ശേഷിപ്പ് മടങ്ങി വരും, ഷെയാർ യാശൂബ്. യാക്കോബിൻ്റെ ശേഷിപ്പ് വീരനാഥ ദൈവത്തിലേക്ക് മടങ്ങി വരും. ഇസ്രായേലേ, നിന്റെ ജനം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും അതിലൊരു ശേഷിപ്പ് മാത്രം മടങ്ങി വരും.
നീതിയെ പ്രവഹിക്കുന്നതായൊരു സംഹാരം നിർണയിക്കപ്പെട്ടിരിക്കുന്നു. 23-ാം വാക്യം. എങ്ങനെയെന്നാൽ സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് സർവ്വഭൂമിയുടെ മധ്യേ നിർണയിക്കപ്പെട്ട സംഹാരം വരുത്തും. അപ്പോൾ ഈ 4 വാക്യങ്ങൾ 20, 21, 22, 23 യെശയ്യാപ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 4 വാക്യങ്ങൾ ഒരു ശേഷിപ്പ്, ദൈവമക്കളുടെ നടുവിൽ ഒരു ശേഷിപ്പിനെ കുറിച്ച് പറയുന്നു. അതാണ് ഈ വാക്യത്തിൽ കാണുന്നത്. ആദ്യമായിട്ടാണ് ശേഷിപ്പ് എന്ന പ്രയോഗം ഇവിടെ കാണുന്നത്. കാരണം 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ യെശയ്യാവിനെ ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോൾ ഈ ഒരു ചിന്ത കൊടുത്തിരുന്നു. കാരണം യെശയ്യാവിൻ്റെ മകൻ്റെ പേര് അവിടെ പറയുന്നത് പോലെ ഷെയാർ യാശൂബ് എന്നാണ്. ആ പേരിൻ്റെ അർത്ഥം തന്നെ ഒരു ശേഷിപ്പ് മടങ്ങി വരും എന്നാണ്. ഒരു ശേഷിപ്പ് എന്ന പ്രയോഗം ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ദൈവം ന്യായവിധി നടത്തിയാലും പൂർണ്ണമായി സംഹരിക്കാതെ ഒരു ശേഷിപ്പ് അവശേഷിപ്പിച്ചിരിക്കുകയാണ്. ഒരു മരം വെട്ടിക്കളയുമ്പോൾ കുറ്റി നിൽക്കുന്നത് പോലെ ദൈവജനത്തെയാണ് ഇവിടെ ന്യായവിധി നടത്തുന്നത്. അസൂറിനെയാണ് ഉപയോഗിച്ചത്. അവരെ ഉപയോഗിച്ചത് ന്യായവിധി നടത്തുമ്പോഴും അവിടെ നടുവിൽ വിശ്വസ്തരായി നിൽക്കുന്ന ഒരു ചെറിയ കുറ്റി, ഒരു ചെറിയ ശേഷിപ്പുണ്ട്. അതൊരു ശാസ്ത്രീയമായി നമ്മൾ ഈ വാക്ക് ചിന്തിക്കുമ്പോൾ, ഈ പ്രയോഗം ചിന്തിക്കുമ്പോൾ എപ്പോഴും ന്യായവിധിയുടെ പശ്ചാത്തലത്തിലാണ് ഈ ശേഷിപ്പ് എന്ന വാക്ക് ഉപയോഗിച്ച് കാണുന്നത്. അത് എപ്പോഴും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. ദൈവത്തിൻ്റെ ന്യായവിധി നടത്തുമ്പോഴും തീഷ്ണതയോടുകൂടി ദൈവം ശിക്ഷണം നടത്തുമ്പോഴും ദൈവത്തിൻ്റെ കരുണ അതിൻ്റെ നടുവിൽ കാണാൻ കഴിയും. ദൈവം തൻ്റെ ജനത്തോട്, രക്ഷിക്കപ്പെടുന്നതിൻ്റെ ജനത്തോട്, രക്ഷിത ഗണത്തോട് ദൈവം കരുണയുള്ളവനാണ്. ഒരു ശേഷിപ്പിനെ ദൈവം അവശേഷിപ്പിക്കുകയാണ്. അപ്പം 2 അർത്ഥം നമുക്കിവിടെ കാണാം. ശേഷിപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം നശിപ്പിക്കുന്ന ഒരു പ്രക്രിയ കാണാം, അതിൻ്റെ അകത്ത് രക്ഷിക്കുന്ന ഒരു പ്രക്രിയയും കാണാം. ഒരു വിധത്തിൽ ദൈവം തനിക്കെതിരെ നിൽക്കുന്നു, തൻ്റെ ജനമായാൽ പോലും അവരെ ശിക്ഷിക്കുകയാണ്. ഒരു പ്രവാസത്തിലേക്ക് അടിമകളാക്കി കടത്തിവിടുകയാണ്. ഒരു അപകടത്തിലേക്ക് അവർ പോവുകയാണ്. ദൈവം അവരെ വിടുകയാണ് അവിടേക്ക്. പക്ഷെ അവിടെയും ഒരു ശേഷിപ്പിനെ ദൈവം പരാമർശിക്കുകയാണ്. ഈ വാക്ക് പിന്നീട് പുതിയ ഇസ്രായേലിനെ കുറിച്ച് പറയാൻ, ഇത് ആത്മീയ ഇസ്രായേലായ സഭയെക്കുറിച്ച് പറയാൻ ഇതേ വാക്ക് രക്ഷിതഗണം, യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, അവരെക്കുറിച്ച് പറയാനും ഈ ശേഷിപ്പ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ മക്കൾ, യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ജനമായ കർത്താവിൻ്റെ സഭയാണ് കർത്താവിൻ്റെ ശേഷിപ്പായിട്ട് ഇന്ന് നിൽക്കുന്ന ഭൂമിയിൽ. അപ്പോൾ ഇത് വളരെ ആശ്വസിപ്പിക്കുന്ന ഒരു ചിന്തയാണ്. ഈ പ്രവചനത്തിൻ്റെ നടുവിലും ഈ നാശത്തിൻ്റെ ന്യായവിധിയുടെ പശ്ചാത്തലത്തിലും ഈ ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. 11-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ഈ പ്രയോഗം കാണാം. അന്നാളിൽ കർത്താവ് തൻ്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അസ്സൂരിൽ നിന്നും, മിസ്രൈമിൽ നിന്നും, പത്രോസിൽ നിന്നും, കൂശിൽ നിന്നും, ഏലാമിൽ നിന്നും, സിനാരിൽ നിന്നും, ഹമാത്തിൽ നിന്നും, സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ 2-ാം പ്രാവശ്യം കൈനീട്ടും. പത്രോസ് എന്നുള്ള സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ ഇവിടെ വ്യക്തമായി ശേഷിപ്പിൻ്റെ പരാമർശം നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ശേഷിപ്പിൻ്റെ ഗുണം എന്താണ്? ഇവിടെ പറയുന്ന പോലെ ഇനി തങ്ങളെ അടിച്ചവനെ ഇനി ആശ്രയിക്കുക, അതായത് രാജാക്കന്മാരെയും മറ്റു മാനുഷിക ശക്തികളെയും ആശ്രയിക്കാതെ ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ യഹോവയെ പരമാർത്ഥമായി ആശ്രയിക്കും. രക്ഷിതഗണത്തിൻ്റെ സ്വഭാവം അതാണ്. ദൈവത്തെ ആശ്രയിക്കുന്ന ജനമായിരിക്കും അവർ. ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ചാരുക, അത് വിശ്വാസം അർപ്പിക്കുക, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക, ആശ്രയിക്കുക എന്നർത്ഥമാണ്. മനുഷ്യൻ്റെ കഴിവിലല്ല, മനുഷ്യരെന്ത് കഴിയുമെന്നതിലല്ല ആശ്രയിക്കേണ്ടത്, ദൈവത്തിനെന്ത് കഴിയും. ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തിലുള്ള വിശ്വാസം പ്രകടമാക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ശേഷിപ്പുകാർ. മനുഷ്യൻ സ്ഥിരതയില്ലാത്തവനാണ്. അവൻ ഇന്നും നിൽക്കും, നാളെ വീഴും. അവനെ ആശ്രയിക്കുന്ന വെറുതെയാണ്, ചാഞ്ഞു പോകുന്ന വെയിൽ പോലെയാണ്. അവനൊരിക്കലും അവന് നിലനിൽപ്പില്ല. പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവം എന്നും നമ്മുടെ കൂടെ ഉണ്ടാകും, ദൈവം എന്നും നിലനിൽക്കുകയും ചെയ്യും. 24 മുതൽ 27 വരെ യെശയ്യാവ് 10-ാം അധ്യായം. ആ 4 വാക്യങ്ങളിൽ അസീറിയയുടെ നാശത്തെക്കുറിച്ച് അറിയിക്കുകയാണ്. അസീറിയയ്ക്ക് വരാൻ പോകുന്ന നാശം 24 മുതൽ. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യും: സിയോനിൽ വസിക്കുന്ന എൻ്റെ ജനമേ, അശ്ശൂർ വടികൊണ്ട് നിന്നെ അടിക്കുകയും മിസ്രൈമിലെ വിധത്തിൽ നിന്റെ നേരെ ചൂരലൊങ്ങണം. ഇസ്രായേൽ ജനങ്ങൾ മിസ്രൈമിൽ അടിമകളായി കിടന്ന കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുകയാണ്. മിസ്രൈമിലെ വിധത്തിൽ നിന്റെ നേരെ ചൂരലൊങ്ങുകയും ചെയ്താലും നീ അവനെ ഭയപ്പെടേണ്ട. ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എൻ്റെ ക്രോധവും അവിടെ സംഹാരത്തോടെ എൻ്റെ കോപവും തീർന്നു പോകും. ഒറേബ് പാറയ്ക്കരികെ വെച്ചുള്ള മിദ്യാന്റെ സംഹാരത്തിൽ എന്ന പോലെ സൈന്യങ്ങളുടെ യഹോവ അവൻ്റെ നേരിൽ ചമ്മട്ടിയെ പൊക്കും. ഇത് അസൂറിനെതിരെയുള്ള ഇതിന് ശിക്ഷണമാണ്. അവൻ തൻ്റെ വടി സമുദ്രത്തിൽ മേൽ നീട്ടും, മിസ്രൈമിൽ ചെയ്തതുപോലെ അതിനെ ഓങ്ങും. അന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവൻ്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. അസീറിയ എന്ന രാജ്യം ദൈവത്തിൻ്റെ കരങ്ങളിൽ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ വടിയായി ഉപയോഗിക്കപ്പെട്ടുവെങ്കിലും ഈ അസൂർ രാജ്യവും ദൈവം ശിക്ഷിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നീ അവനെ ഭയപ്പെടേണ്ട എന്ന് വ്യക്തമായി പറയുന്നു. കർത്താവ് തൻ്റെ ജനത്തോട് പറയുകയാണ് 24-ാം വാക്യത്തിൻ്റെ അവസാനം, നീ അവനെ ഭയപ്പെടേണ്ട. ദൈവം തൻ്റെ ജനത്തോട് വളരെയധികം തവണ ആവർത്തിക്കുന്നൊരു പ്രയോഗമാണ്.
ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 40-ാം അധ്യായം 9-ാം വാക്യം, 41-ന്റെ 10, 13, 14 വാക്യം, 51-ന്റെ 7-ാം വാക്യം, 54-ന്റെ 4-ാം വാക്യം ദൈവം പറയുന്നു ഭയപ്പെടരുത്. ഭയം എപ്പോഴും മനുഷ്യനെ നശിപ്പിക്കുകയാണ്, തകർക്കും. നമുക്ക് ലഭ്യമായ ശക്തി കാണാൻ ഇടവരുത്തില്ല. ഇവിടെ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി മറ്റൊന്നിനെയും ഭയപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ സംരക്ഷണവും നടത്തിപ്പും ബലവും ശക്തിയും മനസ്സിലാക്കി ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ചുറ്റുമുള്ള മനുഷ്യൻ്റെ യാതൊന്നിലും ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ ഇവിടെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 25-ാമത്തെ വാക്യം ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ടെന്ന് പറയുന്നത് ശരിക്കും 30 വർഷമാണ്. 30 ദൈവമക്കളെ സംബന്ധിച്ച് നീണ്ട ചരിത്രമുള്ള അവരെ സംബന്ധിച്ച് 30 വർഷം അധികം വലിയ കാലമൊന്നുമല്ല. അപ്പോൾ ദൈവം വാഗ്ദാനം ചെയ്തു, അസീറിയ നിങ്ങളെ തകർത്ത, നിങ്ങളെ ശിക്ഷിക്കുന്ന, നിങ്ങളെ പ്രവാസികളാക്കുന്ന അസീറിയെ ഞാൻ സന്ദർശിക്കും. 26-27 വാക്യങ്ങളിൽ മിസ്രൈമിൽ ചെയ്തതുപോലെ ഞാൻ എൻ്റെ വടി അതിനെതിരെ പോകും. അന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവൻ്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്ന് നീങ്ങിപ്പോകുമെന്ന് വ്യക്തമായി പറയുകയാണ്. അപ്പോൾ ദൈവം എങ്ങനെയാണോ തൻ്റെ ജനത്തെ മിസ്രൈമിലെ അടിമത്തിൽ നിന്ന് വിടുവിച്ചത്, അതുപോലെ ദൈവം വ്യക്തമായി പറയുന്നു, അസീറിയ പ്രവാസത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ വിടുവിക്കും. നിങ്ങളുടെ കഴുത്തിൽ നിന്ന് അവൻ്റെ മുഖം നിങ്ങളുടെ കഴുത്തിൽ നിന്ന് നീങ്ങിപ്പോകും, നിങ്ങളുടെ തോളിൽ നിന്ന് അവൻ്റെ ചുമട് മാറിപ്പോകും. ഇപ്പോൾ പ്രവാസം മാറുമെന്ന് പറയുകയാണ്. എന്നിട്ട് അവസാനം 28-32 വരെ അസീറിയ രാജ്യത്തിൻ്റെ ആക്രമണത്തിൻ്റെ ഭയാനകത അവതരിപ്പിക്കുകയാണ്. 28-32 വരെ. യെശയ്യാ 10. അവനായി കുറെ ഗ്രാമങ്ങളുടെ പേര് പറയും. 12 ഗ്രാമങ്ങളുടെ പേര്. അവൻ അയ്യാത്തിലെത്തി, മിഗ്രോനിൽ കൂടി കടന്നു, മിക്മാസിൽ തൻ്റെ പടക്കോപ്പ് വെച്ചിരിക്കുന്നു. അവർ ചുരം കടന്നു, ഗേബയിൽ രാപ്പാർത്തു, റാമ നടുങ്ങുന്നു. ശൗലിൻ്റെ ഗിബിയ ഓടിപ്പോയി, ഗല്ലീം പുത്രി ഉറക്ക നിലവിളിക്കുക, ലയേശയെ ശ്രദ്ധിച്ച് കേൾക്കുക, അനാഥോത്തെ ഉത്തരം പറയുക. മത്മേന ഓട്ടം തുടങ്ങിയിരിക്കുന്നു, ഗബി നിവാസികൾ ഓട്ടത്തിന് വട്ടം കൊട്ടുന്നു. ഇന്നവർ നോബിൽ താമസിക്കും. യെരുശലേം ഗിരിയായ സിയോൻ പുത്രിയുടെ പർവ്വതത്തിൻ്റെ നേരെ അവൻ കൈകുലുക്കുന്നു. അപ്പം അസീറിയൻ ആക്രമണത്തിൻ്റെ ഭയാനകതയാണ്. 28-32 വരെ അസീറിയൻ ആ സൈന്യം ആക്രമിച്ച് ആ പർവ്വത നിരകളിലൂടെ കയറി വരികയാണ്. ബെന്യാമിൻ ഗോത്രത്തിന് കൊടുത്ത ദേശത്തെയാണ് ഇവിടെ പ്രത്യേകിച്ച് പരാമർശിക്കുന്നത്. അതായത് യെരുശലേമിന് വടക്ക് 15 മൈൽ വടക്കുള്ള ഈ സ്ഥലമാണിത്. ആ സ്ഥലത്തുള്ള ഗ്രാമങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 12 ഗ്രാമങ്ങളെക്കുറിച്ച് കാണാം. അതിൽ 7 ഗ്രാമങ്ങളെ ഇന്ന് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതിൽ ഗിബിയോനും മിഗ്രോനും എല്ലാം ശൗൽ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 1 ശമൂവേൽ 14:2 അവരുടെ പേര് കാണാം. മിഗ്രോനും ഗിബിയോനുമെല്ലാം പുരോഹിത പട്ടണങ്ങളാണ്. അവിടെ പറയുന്ന മറ്റ് 3 പട്ടണങ്ങൾ ഗേബും അനാഥോത്തും നോബുമെല്ലാം പുരോഹിതന്മാർക്ക് കൊടുത്ത പട്ടണങ്ങളാണ്. 1 ദിനവൃത്താന്തം 6-ാം അധ്യായം 57-ഉം 60-ഉം വാക്യത്തിലും 1 ശമൂവേൽ 22-19 കാണാം. അപ്പോൾ ഈ പർവ്വത നിരകളിലൂടെയാണ് അവർ കടന്നു വരുന്നത്. സാധാരണ അങ്ങനെയല്ല അവർ വരാറുള്ളത്. പക്ഷെ ഇവർ ആക്രമിക്കുമ്പോൾ ആ പട്ടണങ്ങൾ, വില്ലേജുകൾ, ആ ഗ്രാമങ്ങൾ അവരുടെ ഭയാനകമായ പ്രതികരണം കാണാം. നടുങ്ങുന്നു, ഓടിപ്പോയി, ഉറക്ക നിലവിളിക്കുക, ഓട്ടം തുടങ്ങിയ പ്രയോഗങ്ങളിലൂടെ ആ ഗ്രാമങ്ങൾ അനുഭവിച്ചതായ അവസ്ഥകളെക്കുറിച്ച് അവിടെ പരാമർശിക്കുകയാണ്. ഈ അവസ്ഥയെ ദൈവത്തിന് മാത്രമേ ഇവരെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അവർക്ക് ഒരിക്കലും സ്വയം ഈ ആക്രമണത്തെ രക്ഷപ്പെടാൻ കഴിയില്ല. 33-34 അവസാനത്തെ 2 വാക്യങ്ങൾ ദൈവം കൊടുക്കുന്ന ആശ്വാസം, ദൈവം കൊടുക്കുന്ന വിടുതലിനെ കുറിച്ച് 33. ഈ അധ്യായം തീർന്നതിന് ശേഷം അല്പ രത്നച്ചുരുക്കം അവതരിപ്പിക്കുന്നതാണ്. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് കൊമ്പുകളെ ഭയങ്കരമായി മുറിച്ചു കളയും. പൊക്കത്തിൽ വളർന്നവയെ അവൻ വെട്ടിയിടുകയും ഉയർന്നവയെ താഴ്ത്തുകയും ചെയ്യും. അവൻ വനത്തിലെ പള്ളക്കാടുകളെ ഇരുമ്പായുധം കൊണ്ട് വെട്ടിക്കളയും. ലെബനോനും ബലവാന്റെ കൈയാൽ വീണുപോകും. ഇപ്പൊ അസീറിയ രാജ്യം ബലമുള്ളതാണെന്ന് വിചാരിച്ചു സർവശക്തനായ ദൈവത്തെ കണ്ടെത്തുന്നത് വരെ, ദൈവം അവരുടെ ജീവിതത്തോട് ഇടപെടുന്നത് വരെ അവരെല്ലാമാണെന്ന് അവർ വിചാരിച്ചു. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. നാം എല്ലാമാണ്, എല്ലാം കഴിയുമെന്ന് ധാരണയുണ്ട്. പക്ഷെ ദൈവം നമുക്ക് കാണിച്ചു തരും, നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല. ഇപ്പൊ ഒരു വലിയ മരം പൊക്കത്തിൽ വളർന്നവയെ വെട്ടിയിടുകയും ഉയർന്നവയെ താഴ്ത്തുകയും ചെയ്യും. ദൈവത്തിൻ്റെ ശക്തി, സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് എന്ന വാക്ക് പ്രയോഗം അവിടെ കാണാം. അസീറിയെ ദൈവം ശരിക്കൊരു പാഠം പഠിപ്പിക്കും. ദൈവമാണ് ആശ്വാസം തരുന്നത്. ഇവിടെ ലെബനോൻ എന്ന് പറഞ്ഞത് കേദാർ മരങ്ങൾക്ക് പ്രസിദ്ധമാണ്, കൂടാതെ കരുവേലകങ്ങൾക്ക്. അസീറിയ ആ വിധത്തിലാണ് ഉപമിച്ചത്. വളരെ പൊക്കത്തിൽ വളർന്നവ, വളരെ ഉയർന്നവ, അവയെ ദൈവം പള്ളക്കാടുകളെ ഇരുമ്പായുധം കൊണ്ട് വെട്ടിക്കളയും. ലെബനോനെയും ബലവാന്റെ കൈയാൽ വീണുപോകും. അപ്പോൾ ഇത്രമാത്രം ഉയർന്ന ശക്തിയോടുകൂടി എല്ലാം തകർത്ത് മുന്നോട്ട് കുതിച്ച
അസീറിയ രാജ്യത്തിൻ്റെ ആക്രമണത്തെ ദൈവം ഇല്ലാതാക്കുകയാണ്, അതിനെ വെട്ടി തകർക്കുകയാണ്. അതാണ് ദൈവം കൊടുക്കുന്ന വിടുതൽ. അപ്പോൾ 10-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 34 വാക്യങ്ങളിൽ എന്താണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്? നമ്മൾ പഴയ പുസ്തകമാണ്, യെശയ്യാപ്രവാചകന്റെ പുസ്തകം. അതിലൂടെ നമ്മൾ ഇന്ന് പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മളോട് ദൈവം സംസാരിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ കണ്ടു, ദൈവം അസീറി എന്ന രാജ്യത്തെ തൻ്റെ ജനത്തെ ശിക്ഷിക്കാനായി, തൻ്റെ കോപത്തെ പ്രകടിപ്പിക്കാൻ ദൈവം ഉപയോഗിച്ചു. പലപ്പോഴും ദൈവം അങ്ങനെ ചെയ്യാറുണ്ട്. തൻ്റെ കോപം ചില വിഷയങ്ങളോട്, ചില വ്യക്തികളോട്, ഇവിടെ പാപത്തോടുള്ള ദൈവത്തിൻ്റെ കോപം പ്രകടമാക്കാൻ ദൈവം പലരെ ഉപയോഗിച്ചെന്ന് വരും. അസീറിയ ഉപയോഗിച്ചു. പക്ഷെ അസീറിയ രാജ്യം മനസ്സിലാക്കിയില്ല അവർ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉപയോഗിക്കപ്പെടുകയാണ് എന്ന്. ദൈവത്തിൻ്റെ പദ്ധതിയിലെ ഭാഗമായി തീരുകയാണ് എന്നവർ മനസ്സിലാക്കിയില്ല. അവരവരുടെ കഴിവിലും അവരുടെ ബലത്തിലും ശക്തിയിലും ആശ്രയിച്ചു. നമുക്കിഷ്ടമുള്ളത് ചെയ്യാം, നമുക്ക് പദ്ധതി ഒരുക്കാം, നമുക്ക് ആഗ്രഹിക്കുന്നതൊക്കെ സാധിക്കും എന്നവർ വിചാരിച്ചു. പക്ഷെ അവർ ദൈവമാണ് അവരുടെ പിന്നിലുള്ളത് എന്നവർ കണ്ടില്ല. ഈ കോടാലി, ഈർച്ചവാള്, വടിയും കോലും പിടിച്ചിരിക്കുന്ന കൈയുണ്ട്. ആ കൈയെ അവർ മനസ്സിലാക്കിയില്ല. ഞാൻ ദൈവത്തിൻ്റെ കൈകൾ ഉപയോഗിക്കപ്പെടേണ്ടവനാണ്, ദൈവമാണ് ഈ സകല ശക്തിയുടെ ഉറവിടം എന്നെപ്പോഴും തിരിച്ചറിയണം. ഞാനല്ല, ദൈവമാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, ദൈവമാണ് എൻ്റെ ശക്തി എന്ന് തിരിച്ചറിയണം. ഞാൻ ബലഹീനനാകുമ്പോഴും ഞാൻ ശക്തനായി തീരുമെന്ന് പൗലോസ് പറഞ്ഞു. അതുകൊണ്ടാണ്. അപ്പോൾ ഈ തിരശ്ശീലയുടെ പുറകിൽ ദൈവമാണ്. അതിവർ മനസ്സിലാക്കിയില്ല. പക്ഷേ ഈ രാജ്യം വിചാരിച്ചത് നമുക്ക് വലിയ കഴിവുണ്ട്, നമ്മൾ അജയ്യരാണ്, ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. എത്രയോ പട്ടണങ്ങൾ നമ്മുടെ മുമ്പിൽ ശൂന്യമായി പോയി. അങ്ങനെ അസീറിയയ്ക്ക് വാസ്തവത്തിൽ യഥാർത്ഥ ചിത്രം മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവിടെ നമ്മൾ ചില കാര്യങ്ങൾ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം, ദൈവത്തിൻ്റെ പരിശുദ്ധമായ ഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം, അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ദൈവം തൻ്റെ ഉദ്ദേശം, പദ്ധതി ദൈവം നടപ്പിലാക്കും. ഏത് വിധത്തിലാണെങ്കിലും ദൈവം നടപ്പിലാക്കും. ആരെ ഉപയോഗിച്ചാണെങ്കിലും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റും. അസീറിയ പക്ഷെ തിരിച്ചറിഞ്ഞില്ല, ഞാൻ ദൈവഹിതത്തിൽ ഉപയോഗിക്കപ്പെടുകയാണെന്ന്. യഥാർത്ഥത്തിൽ രാജാവ് ആരാണെന്ന് മനസ്സിലാക്കിയില്ല. സ്വർഗസ്ഥനായ ദൈവമാണ് യഥാർത്ഥത്തിൽ രാജാവ്. ദൈവമാണ് പരമോന്നതൻ, ദൈവമാണ് സകലത്തെ വഴി നടത്തുന്നത്, ദൈവത്തെ നടത്തുന്നു. അസീറിയന് പകരം ഒരു ചിന്തിച്ച് 15-ാം വാക്യത്തിൽ, വെട്ടുന്നവനോട് കോടാലി വമ്പ് പറയും, വലിക്കുന്നവരോട് ഈർച്ചവാൾ വലിപ്പം കാട്ടുമോ? അതോ പിടിക്കുന്നവനെ വടി പൊക്കുന്നത് പോലെയും മരമല്ലാത്തവനെ കോൽ പോന്തിക്കുന്നത് പോലെയുമാകും. അസീറിയ അഹങ്കരിച്ചു, ഉന്നത ഭാവം പുലർത്തി. അവർ മനസ്സിലാക്കിയില്ല ആരാണ് നിയന്ത്രിക്കുന്നത്, സകലത്തിൻ്റെ നിയന്ത്രണമാരാണെന്ന്, ലോകത്തിൻ്റെ നിയന്ത്രണമാരാണെന്ന് അവർ മനസ്സിലാക്കി. അവർക്ക് ഇഷ്ടം പോലെ ജീവിക്കാമെന്ന് വിചാരിച്ചു, ഇഷ്ടം പോലെ പെരുമാറാമെന്ന് വിചാരിച്ചു. രണ്ടാമത്തെ പാഠം നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ പൊള്ളത്തരം ശൂന്യത. മനുഷ്യൻ്റെ പൊള്ളത്തരം ശൂന്യതയും ഈ വിഷയത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 13-14 വാക്യങ്ങളിൽ അവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ കൈയുടെ ശക്തി കൊണ്ടും എൻ്റെ ജ്ഞാനം കൊണ്ടും ഞാനിത് ചെയ്തു, ഞാൻ ബുദ്ധിമാൻ, ഞാൻ ജാതികളുടെ അതിരുകളെ മാറ്റുകയും അവരുടെ ഭണ്ഡാരങ്ങളെ കവർന്നു കളയുകയും പരാക്രമിയെപ്പോലെ സിംഹാസനസ്ഥന്മാരെ താഴ്ത്തുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ കൈ ജാതികളുടെ ധനത്തെ ഒരു പക്ഷിക്കൂടിനെ പോലെ എത്തിപ്പിടിച്ചു, ഉപേക്ഷിച്ച് കളഞ്ഞ മുട്ടകളെ സ്വീകരിക്കുന്ന പോലെ ഞാൻ സർവ്വഭൂമിയും കൂട്ടിച്ചേർത്തു. ചിറകനക്കുകയോ ചുണ്ടു തുറക്കുകയോ ചിലയ്ക്കുകയോ ചെയ്യുവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അഹങ്കരിക്കുകയാണ്. ഇത് ശൂന്യമായ പൊള്ളത്തരമാണ്. വീഴ്ചയ്ക്ക് മുമ്പെയുള്ള ഉന്നത ഭാവത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. അസുരരാജാവ് പറഞ്ഞു, ഞാൻ ബലവാൻ, ഞാൻ ജ്ഞാനി, എനിക്ക് കഴിയാത്തതൊന്നുമില്ല, എന്നുമ്പോൾ എല്ലാം തകരുകയാണ്. ഇപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് ഇവരുടെ അവരുടെ മാംസപേശികൾ വല്ലാതെ വലിച്ചു നീട്ടുകയാണ്. എല്ലാം അവരെ കൊണ്ട് സാധിക്കും. ആ വിജയത്തിൽ അവർ മതിമറക്കുകയാണ്. എന്താണ് വിജയത്തിൻ്റെ കാരണം? ഈ ശത്രു രാജ്യങ്ങൾ തകർക്കപ്പെടാൻ കാരണമെന്ത്? ഇവിടെ മുമ്പിൽ രാജ്യങ്ങൾ തോൽക്കാൻ കാരണമെന്ത്? അവർ മനസ്സിലാക്കിയില്ല. കർത്താവ് യേശു ക്രിസ്തു പീലാത്തോസിന് പറഞ്ഞ പോലെ, മുകളിൽ നിന്ന് നൽകാൻ നിനക്ക് ഒരു അധികാരവുമില്ല. ദൈവം നമുക്ക് നൽകാതെ ഒരു അധികാരവും നമുക്കില്ല. മൂന്നാമത്തെ പാഠം നമ്മൾ പഠിക്കേണ്ടത് ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചുള്ള പാഠം. ദൈവം ഇസ്രയേലിനെ ശിക്ഷിക്കുകയാണ്. അസീറിയാണ് അതിനെ ഉപയോഗിച്ചത്. അസീറിയെ ഉപയോഗിച്ചുകൊണ്ട് ദൈവം ഇസ്രയേൽ തൻ്റെ ജനത്തെ ദൈവം ഒരു പാഠം പഠിപ്പിക്കുകയാണ്. പക്ഷെ അതേ സമയത്ത് നമ്മൾ ഓർക്കണം, 16-ാം വാക്യം പറയുന്ന പോലെ, അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് അവൻ്റെ പുഷ്ടന്മാരുടെ ഇടയിൽ ക്ഷയമയക്കും, അവൻ്റെ മഹത്വത്തിന് കീഴെ തീ കത്തും പോലെ ഒന്ന് കത്തും. അസീറിയതെ ഉപയോഗിച്ചുവെങ്കിലും അവരും ശിക്ഷിക്കപ്പെടും. അവരും ദൈവത്തിൻ്റെ കയ്യിൽ ഉപയോഗിക്കപ്പെട്ടു. അവരവരുടെ പട്ടാളത്തിൻ്റെ സൈന്യത്തിൻ്റെ ബലം കൊണ്ടാണ് എല്ലാം സാധിക്കുന്നതൊക്കെ ചിന്തിച്ചു. പക്ഷെ ദൈവം വ്യക്തമായി പറഞ്ഞു, നിങ്ങളും ശിക്ഷിക്കപ്പെടും. നിങ്ങൾ എൻ്റെ കൈകൾ ഉപയോഗിക്കപ്പെട്ടത് കൊണ്ട് നിങ്ങളുടെ തെറ്റുകളൊന്നും ന്യായീകരിക്കപ്പെടില്ല. ദൈവം എന്നിലൂടെ ഒരു കാര്യം ചെയ്തു എന്നുള്ളത് കൊണ്ട്
എന്നെ ഉപയോഗിച്ച് ദൈവം തൻ്റെ പദ്ധതി നടപ്പാക്കിയത് കൊണ്ട് എൻ്റെ തെറ്റുകളൊക്കെ ദൈവം കണ്ണടയ്ക്കുമെന്നല്ല അവിടെ പറയുന്നത്. അസീറിയ ശിക്ഷിക്കപ്പെടും. അസീറിയക്കെതിരെ ദൈവത്തിൻ്റെ കോൽ ഉപയോഗിക്കും, വടി ഉപയോഗിക്കും. മറ്റ് രാജ്യങ്ങളെ ദൈവം, ദുഷ്ടത നിറഞ്ഞ രാജ്യങ്ങളെ ദൈവം കൈകാര്യം ചെയ്തപോലെ അസീറിയയും കൈകാര്യം ചെയ്യുമെന്ന് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അസീറിയ അവരുടെ ശക്തിയിൽ അഹങ്കരിച്ചു. പക്ഷെ ദൈവം പറഞ്ഞു, നിങ്ങളും ശിക്ഷിക്കപ്പെടും, നിങ്ങളും കണക്ക് പറയേണ്ടി വരും. നാലാമതായിട്ട് അവസാനമായി നമ്മൾ പഠിക്കുന്ന പാഠം, ദൈവത്തിൻ്റെ ന്യായവിധി എന്ന് പറയുന്നത് കരുണയില്ലാതെയല്ല. ദൈവത്തിൻ്റെ ന്യായവിധി ഒരു കരുണ കാണും. ദൈവം നീതിമാനായി ദൈവം മാത്രമല്ല കരുണയുള്ളവനും. ഇതിൻ്റെ കരുണ നമുക്കിവിടെ കാണും. അപ്പം അസീറിയോട് ഇടപെടുന്നു, അവരിത് ഇസ്രായേലിനെ പിടിച്ച് അടിമകളായി കൊണ്ടുപോകുന്നു. പക്ഷെ ദൈവം അവിടെ നടുവിലും ഒരു ശേഷിപ്പിനെ സംരക്ഷിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവം തൻ്റെ ജനത്തിൽ നല്ലൊരു ശേഷിപ്പിനെ വെച്ചിരിക്കുകയാണ്. 20-ാം വാക്യം പറയുന്ന പോലെ, അന്നാളിൽ ഇസ്രായേലിൽ ശേഷിച്ചവരും യാക്കോബ് ഗൃഹത്തിലെ രക്ഷിതഗണവും തങ്ങളെ അടിച്ചവനെ ഇനി ആശ്രയിക്കാതെ, അതായത് അസൂറിലെ മനുഷ്യൻ്റെ ബലത്തിൽ ആശ്രയിക്കാതെ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ യഹോവയെ പരമാർത്ഥമായി ആശ്രയിക്കും. പ്രതികൂലങ്ങളുടെ നടുവിലിപ്പോഴാണ് ചിലപ്പോൾ ദൈവത്തെ ആശ്രയിക്കാൻ പഠിക്കുന്നത്. രോഗത്തിൻ്റെ നടുവിൽ, സിംഹക്കൂട്ടിൽ വരുമ്പോൾ, കരയുടെ മുമ്പിൽ വരുമ്പോൾ, ഗോലിയാത്തിന് മുമ്പിൽ വരുമ്പോൾ, തീച്ചുളയിൽ വരുമ്പോൾ, കഷ്ടപ്പാടുകൾ വരുമ്പോൾ, സാമ്പത്തിക കടക്കണിയിൽ വരുമ്പോൾ ചിലരെങ്കിലും ദൈവത്തിലേക്ക് തിരിയും. യഥാർത്ഥ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കും. അതുവരെ അവർ മറ്റുള്ളവരെ ആശ്രയിച്ചു, ധനത്തെ ആശ്രയിച്ചു, ബന്ധങ്ങളെ ആശ്രയിച്ചു. ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ടാകും. ഇവിടെയും ആ പ്രവാസത്തിൽ കിടക്കുമ്പോൾ രക്ഷിതഗണം തങ്ങളെ അടിച്ചവനെ ആശ്രയിക്കാതെ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ യഹോവയെ പരമാർത്ഥമായി ആശ്രയിക്കും. യഥാർത്ഥത്തിൽ ആശ്രയിക്കും. വെറും കാര്യം സാധിക്കാനുള്ള ആശ്രയമല്ല, പരമാർത്ഥമായി ആശ്രയിക്കും. എന്ന ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവം ആ പ്രവാസത്തിൽ വെച്ച ഒരു രക്ഷിത ഗുണത്തെ ദൈവം തൻ്റെ നാമനിമിത്തം, സംഘത്തിൽ 23 തിരുനാമം നിമിത്തം, എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനാണ്. ജലപ്രളയത്തിൽ നോഹയ്ക്ക് ആ കൃപ കിട്ടി. സൊദോം ഗൊമോറ നശിക്കുമ്പോൾ ലോത്തിന് ദൈവം സംരക്ഷിച്ചു. എല്ലാം തൻ്റെ നാമനിമിത്തം. അപ്പം ന്യായവിധിയുടെ ഇരുട്ട്, ന്യായവിധിയുടെ കറുത്ത മേഘം ഇങ്ങനെ മൂടി നിൽക്കുമ്പോഴും ഒരു വെളിച്ചം പോലെ ദൈവത്തിൻ്റെ കരുണ എൻ്റെ നടുവിൽ കാണാം. ദൈവത്തിൻ്റെ കരുണ. ഇവിടെ ഒരു വാക്യം കൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് വിശദീകരിച്ചിട്ട് അവസാനിപ്പിക്കാം. 10-ാമത്തെ 24 മുതൽ 26 വരെ, പ്രത്യേകിച്ച് 26-ാമത്തെ വാക്യത്തിൽ, ഒരേബ് പാറയ്ക്കരികെ വെച്ചുള്ള മിദ്യാന്റെ സംഹാരത്തിൽ എന്ന പോലെ സൈന്യങ്ങളുടെ യഹോവ അവൻ്റെ നേരെ ഒരു ചമ്മട്ടിയെ വെക്കും. ഒരേബ് പാറയ്ക്കരികെ വെച്ചുള്ള മിദ്യാന്റെ സംഹാരം എന്ന പ്രയോഗം ഇവിടെ കാണാം. എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെ ഒരേബ് പാറ എന്ന് പരാമർശിക്കുമ്പോൾ ദൈവജനത്തിന് ദൈവം കൊടുക്കുന്ന പ്രത്യാശയുടെ സന്ദേശമാണ്. നമ്മൾ കേട്ടു അനവധി തവണ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ, ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട. ദൈവം അസീറിയ രാജ്യത്തിൻ്റെ തകർച്ചയെക്കുറിച്ച് പറയുമ്പോൾ, ദൈവജനത്തിൻ്റെ വിടുതലിനെക്കുറിച്ച് പറയുമ്പോൾ, മിസ്രയീമിലെ ദൈവമക്കൾ ഒരിക്കൽ പ്രവാസത്തെ കടന്ന 430 വർഷം കാലം കടന്ന പ്രവാസത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ മിസ്രയീമിൽ എന്ന പോലെ ഞാൻ നിങ്ങളെ വിടുവിക്കുമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ ഒറേബ് പാറ എന്ന് പറഞ്ഞാൽ ഗിദ്യോൻ്റെ കാലഘട്ടത്തെക്കുറിച്ചാണ്. ഗിദ്യോൻ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് മിദ്യാന്യരെ തോൽപ്പിച്ച് തൻ്റെ ജനത്തെ സംരക്ഷിച്ച മിദ്യോൻ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൽ നമുക്ക് ആ ചരിത്രം കാണാം. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിലാണ് മിദ്യാൻ ഇസ്രായേൽ ജനത്തിന്, തൻ്റെ ദൈവത്തിൻ്റെ മക്കൾക്ക് വിജയം കൊണ്ടുവരുന്നത്. തൻ്റെ പട്ടാളത്തെ 3 കൂട്ടരായിട്ട് തിരിച്ചിട്ട് അവരുടെ കൈകളിലേക്ക് കലങ്ങളും പന്തങ്ങളും ഒക്കെ കൊടുത്ത് അവരിങ്ങനെ മലയിറങ്ങാൻ 3 കൂട്ടമായിട്ടാണ് അവരെ തിരിച്ചത്. അങ്ങനെ കലമൊക്കെ ഉടച്ച് പന്തം കത്തിച്ച് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് സൈന്യങ്ങൾക്കെതിരെ ആക്രമിക്കും. മിദ്യാന്യരെ തകർത്ത് കളയും. ന്യായാധിപരുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് വായിച്ച് കേൾക്കാം. ഗിദ്യോൻ എഫ്രൈം മലനാട്ടിൽ എല്ലാവരുടെ ദൂതന്മാരെ അയച്ച് മിദ്യാന്യരുടെ നേരെ ഇറങ്ങിച്ചെന്ന് ബേത്ത് ബാരാ വരെയുള്ള വെള്ളത്തെയും യോർദാനെയും അവർക്ക് മുമ്പേ കൈവശമാക്കിക്കൊള്ളുവീരെന്ന് പറയിച്ചു. അങ്ങനെ തന്നെ എഫ്രൈമിലൊക്കെയും ഒരുമിച്ചുകൂടി ബേത്ത് ബാരാ വരെയുള്ള വെള്ളവും യോർദാനും കൈവശമാക്കി ഓരേബ്, സേബ് എന്ന 2 മിദ്യാന പ്രഭുക്കന്മാരെ അവർ പിടിച്ചു. ഓരേബിനെ ഓരോ പാറമേലും, സേബിനെ സേബ് മുന്തിരിച്ചക്കിന്മേൽ വെച്ച് കൊന്നിട്ട് മിദ്യാന്യരെ പിന്തുടർന്നു. 2 പ്രഭുക്കന്മാരെ പിടിക്കുക. 2 പേരുടെ പേരുകളാണ് ഓരേബെന്നും സേബ് എന്ന് 2 പേരെ. ആ പശ്ചാത്തലം ഓർമ്മിപ്പിക്കാൻ കഴിയും. എങ്ങനെയാണോ തൻ്റെ ശത്രുക്കളുടെ കൈകളിൽ നിന്ന് ഗിദ്യോൻ എങ്ങനെയാണ് മിദ്യാന്യരുടെ കൈകളിൽ തൻ്റെ ജനത്തെ സംരക്ഷിച്ചത്, അതേപോലെ നിങ്ങളുടെ ഈ പ്രതികൂല നടുവിൽ ഞാൻ നിങ്ങളെ സംരക്ഷിക്കും, നിങ്ങൾ വിജയം തരും. അതാണ് ഇവിടെ 10-ാം അധ്യായം യെശയ്യാവിൽ ഈ പ്രയോഗം ഉപയോഗിക്കാനുള്ള കാരണം. അസാധാരണ വിജയമാണ് ദൈവത്തിൻ്റെ ജനത്തിന് കൊടുക്കുന്നത്. അതിനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് ഇവിടെ ഈ വിഷയത്തിൽ പരാമർശിക്കപ്പെട്ടത്.
ഇപ്പോൾ ദൈവത്തിൻ്റെ ജനത്തിന് ശക്തമായ വിജയം ഉറപ്പ് നൽകുകയാണ്. ദൈവം അവിടെ കൂടെ ഉണ്ടാകും, ഞാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളെ എതിർക്കുന്ന ശത്രു, നിങ്ങളെ പിടിച്ചിരിക്കുന്ന ശത്രുവിനെ ഞാൻ ശിക്ഷ വിധിക്കും, ഞാൻ നിങ്ങളെ പിടിക്കും. പക്ഷേ നിങ്ങൾ പരമാർത്ഥമായി എങ്കിലേക്ക് തിരിച്ചു വരണം, പരമാർത്ഥതയോടെ എന്നെ അന്വേഷിക്കണം. നിങ്ങൾ ഉപദ്രവിക്കപ്പെടുന്ന വിഷയങ്ങളിലേക്ക് ആശ്രയിക്കാതെ, നിങ്ങളുടെ മാനുഷിക ശക്തിയിൽ ആശ്രയിക്കാതെ, യഥാർത്ഥത്തിൽ ദൈവത്തിൽ പരമാർത്ഥ ഹൃദയത്തോട് ആശ്രയിച്ചാൽ ഒരു ശേഷിപ്പുണ്ടാകും. അതിന് യാതൊരു സംശയമില്ല. ഭൂമിയിൽ ഇപ്പോഴും നിൽക്കുന്നത് അതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ മക്കൾ എവിടെയൊക്കെയോ ഉണ്ട്. യഥാർത്ഥത്തിൽ പരമാർത്ഥമായി സത്യദൈവത്തെ സത്യവചനപ്രകാരം പിൻപറ്റുന്ന, ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു ചെറിയ സമൂഹം, ഒരു ചെറിയ ശേഷിപ്പ് മാത്രം. കടൽക്കര പോലെ വ്യാപിച്ചു കിടന്നാലും ഒരു ശേഷിപ്പ് മാത്രം ഉണ്ടാവുകയും ഇടുക്ക് വഴിയിലൂടെ പോകുന്ന ആ ചെറിയ രക്ഷിതകൾ, അതിലൊരാളാകാൻ ദൈവം കൃപ തരട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത പാഠം. താങ്ക് യു.